നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ ദ സേക്ക് ഓഫ് അവർ റീസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് എപ്പോഴും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് ഉണ്ടായത്. കാരണം എന്താ, അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഫ്ലോ ചെയ്ത ബ്ലഡ് ആണ്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നത് ലങ്സിൽ നിന്നാണ്. നമുക്ക് തിരിച്ചു വരാം. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എപ്പോഴും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് ഉണ്ടാവുക. ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അയോട്ട വഴി അയോട്ട ഫർദർ സ്പ്ലിറ്റ് ആയി ആർട്ടറീസ് വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തുന്നു. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ വെച്ചിട്ട് ഓക്സിജൻ എക്സ്ചേഞ്ച് സംഭവിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലേക്ക് കയറുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് മാറുന്നു. പിന്നീട് വെയിൻസിന്റെ സഹായത്തോടു കൂടി ഇത് എവിടെ എത്തിച്ചേരാണ് ചെയ്യുന്നത്? സുപ്പീരിയർ വീനാക്കാവെ അഥവാ ഇൻഫീരിയർ വീനാക്കാവെ, ഇതാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള രണ്ട് വെയിൻസ്. സുപ്പീരിയർ വീനാക്കാവെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ അപ്പർ പാർട്ടിൽ നിന്ന് ബോഡിയിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് എത്തിക്കാൻ ഹാർട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് സുപ്പീരിയർ വീനാക്കാവയും. ഇൻഫീരിയർ വീനാക്കാവെ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ താഴെ ഭാഗത്ത് നിന്ന് വെയിൻസ് കൊണ്ടുവരുന്ന വെയിൻസിനാണ് നമ്മൾ ലാർജസ്റ്റ് വെയിൻ ആണ് ഇൻഫീരിയർ വീനാക്കാവെ എന്നുള്ളത്. ഇത്തരത്തിൽ സുപ്പീരിയർ വീനാക്കാവയും ഇൻഫീരിയർ വീനാക്കാവയും വഴി ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എവിടെ എത്തിച്ചേരുക ചെയ്യുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. റൈറ്റ് ഏട്രിയത്തിൽ എത്തിയ ബ്ലഡ് പിന്നീട് ഈ ഒരു ഫസ്റ്റ് നടക്കുന്ന ഈ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്ന സർക്കുലേഷൻ. ഇതാണ് ഫസ്റ്റ് സർക്കുലേഷൻ. ഇനി അടുത്തൊരു സർക്കുലേഷൻ കൂടെ ഉണ്ട്. നമ്മൾ റൈറ്റ് ഏട്രിയത്തിൽ എത്തിയ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കടക്കുന്നു. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കടക്കുന്നതിന് ശേഷം അപ്പോഴും ഇതെന്താണ്? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എവിടെ എത്തുന്നു? ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ എത്തിയതിനു ശേഷം വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചും ഓക്സിജൻ എക്സ്ചേഞ്ചും എയർ എക്സ്ചേഞ്ചും സംഭവിച്ചതിന് ശേഷം ഇത് വീണ്ടും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡായി മാറുന്നു. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡായി മാറിയതിനു ശേഷം അവിടെ നിന്ന് പൾമണറി വെയിൻ വഴി ഇത് എവിടെ എത്തിച്ചേരാണ് ചെയ്യുക? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ വൺസ് ഇത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുമ്പോൾ ഇത് വീണ്ടും എന്തായിട്ട് മാറി? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട വയ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി അവിടെ വെച്ചിട്ട് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെയിൻസ് വഴി, അതായത് സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാർഡ് വഴി റൈറ്റ് ഏട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ ടു പൾമണറി ആർട്ടറി വയ ലങ്സ്. സോ ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. ഇത്തരത്തിൽ ഈ നടക്കുന്ന ഈ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. അതായത് നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു സർക്കുലേഷൻ ആണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ രണ്ട് സർക്കുലേഷൻസ് ആയിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. ഇതാണ് ബ്ലഡിന്റെ സർക്കുലേഷന്റെ പാത്വേ എന്ന് പറയുന്നത്. സെയിം ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് ട്വൈസ്. അതായത് സെയിം ബ്ലഡ് ഹാർട്ടിലൂടെ, ഇവിടുന്നുള്ള ബ്ലഡ് ഇതേ ബ്ലഡ് തന്നെയാണ് രണ്ട് തവണ ഹാർട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രണ്ട് സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഹാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബ്ലഡ് ഈസ് പാസ്ഡ് ത്രൂ ഔട്ട് ദ ബോഡി ബൈ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബോഡി ത്രൂ ഔട്ട് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് അതർ ഫാക്ടേഴ്സ് ടു. ദീസ് എൻറ്റേഴ്സ് സെൽസ് വയ ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മളെ ബോഡിയിലെ ബ്ലഡിലാണ് എന്തുള്ളത്? ന്യൂട്രിയൻസ് ഉള്ളതും ഓക്സിജൻ ഉള്ളതും അതർ ഫാക്ടേഴ്സ് മിനറൽ ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് സെൽസിലേക്ക് എത്തിച്ചേരുന്ന എന്ത് വഴിയാണ്? ടിഷ്യൂ ഫ്ലൂയിഡ്സ്, അതായത് കാപ്പിലറീസ് നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴിയാണ്. ഇനി ഇത്തരത്തിൽ സെൽസുകളിലേക്ക് എത്തിയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആ സെൽസ് ന്യൂട്രിയൻസ് സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ ഇസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് ബൈ ദ സെൽസ്. ഇത് മൂന്നും നമ്മുടെ SCERT ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്.